പീപ്പിൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ 2 വെഡ്ഡിങ് ഇൻവിറ്റേഷൻ റെഡിയാക്കാണ്. ഈ 2 വെഡ്ഡിങ് ഇൻവിറ്റേഷനും എനിക്ക് വളരെ പ്രിയപ്പെട്ട 2 ആൾക്കാരെ കാർഡാണ്. അപ്പോൾ ഏകദേശം ഒരു സിമിലർ ഡിസൈനിലാണ് പോകുന്നതെങ്കിലും, അതായത് 2 നമ്മൾ കോമൺ ആയിട്ടുള്ള കവറിങ് ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിലും രണ്ടും 2 ഐഡിയാസ് തന്നെയാണ്. പക്ഷേ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന പേപ്പേഴ്സ്, മെറ്റീരിയൽസ്, കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും ഇതുപോലെ സ്വന്തം വീട്ടിലെ വർക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം ഇതൊക്കെ നമുക്ക് ഒരു എഫേർട്ട് എടുക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റുന്നത് തന്നെയുള്ളൂ. അപ്പോൾ നോക്കി നോക്കാം. നമ്മളെ ക്ലോസ് ഫ്രണ്ട്സിനോട് മാത്രമല്ല, ഇടയ്ക്കൊക്കെ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ആളോട് ഒരു സൗഹൃദമൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം അങ്ങനത്തെ ഒരു സൗഹൃദത്തിൽ നിന്ന് കിട്ടിയൊരു വർക്കാണിത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ വളരെ പ്ലെയിൻ ആയിട്ട് ചെയ്തൊരു കത്താണ്. ഈ ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ തീമിലാണ് കാർഡ് വരുന്നത്. അത്യാവശ്യം തിക്നെസ് ഉള്ള കാർഡ് തന്നെയാണ്. ഈ ഒരു കാർഡ് 220 GSM ആണെന്ന് തോന്നുന്നു. ആ ഒരു തിക്നെസ്സിൽ വരുന്ന ഒരു കാർഡാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് നമ്മൾ കറക്റ്റ് ഒരു A4 സൈസിൻ്റെ നേർ പകുതിയാണ് ഈ ഒരു കാർഡിൻ്റെ സൈസ് വരുന്നത്. ആൻഡ് ഈ ഒരു കത്ത് എന്ന് പറഞ്ഞാൽ ഒരു അഭിപ്രായം, അപ്പം ഇതിലുള്ള ചെറുക്കൻ ഓർഡർ തന്ന ആൾക്ക് ഒരു അഭിപ്രായം ഇല്ലല്ലോ. അതായത് എന്ത് ചെയ്യണോ, എനിക്ക് എന്താണോ വേണ്ടത് അതുപോലെ ചെയ്തോ, അങ്ങനെ പറഞ്ഞൊരു ഓർഡറാണ്. അപ്പം ഞാനിത് നാളെ കൊടുത്താലേ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് കാണുപോലും ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു വർക്കാണത്. ഇതാണ് നമ്മൾ ഈ കത്തിന് കവറിങ് കൊടുക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ. ഇത് വെല്ലം ഷീറ്റ് അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻറ്റ് പേപ്പർ അങ്ങനെയൊക്കെ പറയുന്ന ഒരു സാധനമാണ്. ഈ പേപ്പർ നമുക്ക് ആമസോണിലും ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ നമ്മളെ ലോക്കൽ നാട്ടിലുള്ള പിന്നെ ക്രാഫ്റ്റ് ഷോപ്പിലും ചോദിച്ചാൽ ഈ ഒരു സാധനം കിട്ടും. അപ്പോൾ നമ്മൾ കവറിങ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സെൻറ്ററിൽ ഈ ഭാഗത്തായിട്ട് കാർഡ് വെച്ചിട്ട് 2 സൈഡിൽ നിന്നും കവറിങ് കൊടുത്തിട്ട്, അതായത് 2 സൈഡിൽ നിന്നും ഇങ്ങനെ മടക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു കത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇങ്ങനെ മടക്കി സെൻറ്ററിൽ കാർഡ് വരും. ആൻഡ് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ജിപ്സം ഫ്ലവേഴ്സ് വെക്കും. പിന്നെ ഈ ഒരു വാക്സ് ബീഡ്സ് ഉരുക്കിയിട്ട് നമുക്ക് ഈ ഒരു സീലും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സീലും നമുക്ക് ലോക്കൽ ഷോപ്പിൽ അവൈലബിൾ ആണ്. സീൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുകയും ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സീലും ഓൺലൈനിൽ അവൈലബിൾ ആണ്. എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം ഒരു വേസ്റ്റ് പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒരു വേസ്റ്റ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു ജിപ്സം ഫ്ലവറും സീലും വെച്ചിട്ട് വാക്സ് സീലിംഗ് ചെയ്യാൻ പോകുന്നത്. കാരണം അങ്ങനെ ഒരു വേസ്റ്റ് പേപ്പർ വെച്ചില്ലെങ്കിൽ ഇതൊരു ഓപ്പണിംഗ് ആയ ഏരിയ ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ ഒരു വാക്സ് യൂസ് ചെയ്ത് ഇറങ്ങിയിട്ട് ഇത് സ്റ്റിക്കായി ആകെ വൃത്തികേടാനുള്ള സാധ്യത ഉണ്ട്. അതിനോണ്ടാണ് നമ്മൾ ഇതിനുള്ളിൽ കാർഡ് വെക്കാണ്ട് ഈ ഒരു കവറിങ്ങിൻ്റെ വർക്ക് മാത്രമേ നമ്മൾ ഫസ്റ്റ് ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ ഒരു കാർഡിന് നമ്മൾ ഇത്രത്തോളം ജിപ്സം ഫ്ലവറൊക്കെ എടുത്താൽ മതി. ആൻഡ് ഈ ജിപ്സം ഫ്ലവർ ഇങ്ങനെ സെൻട്രലായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഈ മെൽറ്റ് ചെയ്ത് വെച്ച വാക്സ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഒഴിക്കുന്നതാണ് കുറച്ചും കൂടി നമുക്ക് വൃത്തിയിൽ സീൽ കിട്ടാൻ നന്നാവുക. നമ്മളിതിൽ പ്രോപ്പറായിട്ട് ഒരു സീലിംഗ് കൊടുക്കുക. സീൽ നമ്മൾ പ്രസ് ചെയ്ത് അവിടെ വെച്ചാൽ മതി. സീൽ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴേ ഇത് സെറ്റ് ആവുള്ളൂ. അങ്ങനെ സെറ്റായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ സീൽ ഇതിൻ്റെ മുകളിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. വാക്സ് സീൽ സെറ്റ് ആവാൻ വെച്ചൊരു കത്താണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു വാക്സ് ബീഡ്സ് ഒന്ന് ഇങ്ങനെ എടുത്താൽ തന്നെ ഇതിങ്ങനെ വിട്ടുപോരും. അപ്പോൾ ഇതാണ് നമ്മളൊരു കത്തിനുള്ള കവറിങ്. ഇതിനുള്ളിൽ നമുക്ക് നമ്മളെ കത്ത് ഇട്ട് കൊടുക്കുക. ഈ ഒരു വേസ്റ്റ് പേപ്പർ എടുത്ത് ഒഴിവാക്കിയിട്ട് ഉള്ളിൽ നമ്മൾ കത്ത് വെച്ച് കൊടുത്താൽ നമ്മളെ കത്ത് പ്രോപ്പറാവും. ഓക്കെ, കുറച്ചധികം സമയം എടുത്തിട്ടാണെങ്കിൽ നമ്മളെല്ലാ കാർഡും നമ്മളിവിടെ ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് കാണിക്കാം. അപ്പോൾ ഇതൊരു സിമ്പിളായ കാർഡാണ്, എന്നാലും കുറച്ച് വൃത്തിയുള്ളൊരു ഡിസൈനിലുള്ള ഒരു കാർഡാണ്. ഇത് കുറച്ച് സമയം എടുക്കും ചെയ്യാൻ. കാരണം നമ്മൾ ഓരോ വാക്സിനും ചെയ്ത് സെറ്റായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കാർഡ് ചെയ്യാനുള്ളത് ആ ഒരു കാർഡ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു 400-ലധികം കാർഡൊക്കെ ചെയ്യാണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ എല്ലാം ഒരേ പാറ്റേണിലല്ല ചെയ്തത്, കുറച്ചൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 2 ഡിസൈനിലാണ് നമ്മൾ ടോട്ടൽ ചെയ്തത്. അത് ഒരു ഡിസൈൻ വരുന്നത് ഈ സെയിം തന്നെയാണ്, അതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ വേറൊരു ഡിസൈനിൽ റിബൺ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്തതെന്നുള്ളത് അത് മാത്രം കാണിച്ചു തരാം. ഇന്നത്തെ നമ്മളെ സെക്കൻഡ് കാർഡിൻ്റെ ഡിസൈനാണിത്. വെല്ലം ഷീറ്റിൽ കവറിങ് കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ സെക്കൻഡ് കാർഡ് ചെയ്തെടുക്കുന്നത്. അതായത് വെല്ലം ഷീറ്റ് കൊണ്ട് നമ്മൾ കാർഡ് നടുവിലേക്ക് വെച്ചിട്ട് 2 സൈഡും വെല്ലം ഷീറ്റ് ഇങ്ങനെ മടക്കിയിട്ട്
ഒരു കവറിങ് ആയിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ കാർഡിനൊരു റിബൺ കവറിങ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു റിബണും ജിപ്സം ഫ്ലവേഴ്സും പിന്നെ ഈ ഒരു റിബണിൽ തന്നെ നമ്മൾ സെപ്പറേറ്റ് ഒരു ബോ ചെയ്തെടുത്താണ്, ഒരു ബോ കെട്ടി അത് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്താണ്. ഈ ഒരു ബോയും കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കാർഡ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം. ആദ്യം തന്നെ നമ്മൾ റിബണ് ഈ ഒരു കാർഡിന് ചുറ്റും വെച്ചിട്ട് ബാക്ക് ഭാഗത്തായിട്ട് നമുക്ക് റിബണും ഗ്ലൂ ഗൺ വെച്ചിട്ട് ഈ റിബൺ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം ഫ്രണ്ടിൽ കുറച്ച് ജിപ്സം ഫ്ലവേഴ്സ് വെക്കാം. ജിപ്സം ഫ്ലവേഴ്സും ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ ഈ ഒരു റിബണിന്റെ അടിഭാഗത്തായിട്ട് ഈ ഒരു ലീഫിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ ജിപ്സം ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ആ ഒരു ഭാഗത്ത് റിബണും ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്താൽ റിബണും ഫ്ലവറും ഒരുമിച്ച് സ്റ്റിക്ക് ആയിക്കോളും. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ബോ വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു ബോ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇതോടെ നമ്മൾ ഈ കാർഡിൻ്റെ ഫൈനൽ ഡിസൈൻ ഇവിടെ റെഡിയായി. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ കാർഡും ചെയ്തെടുക്കാം. ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയ ഒരു ഡിസൈൻ തന്നെയാണ്. കുറച്ച് സിമ്പിൾ ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള നല്ല വൃത്തിയുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുൾ കാർഡ്സും ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്ത 2 വെഡിങ് കാർഡ് ഡിസൈൻസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ്, ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇനി ഒരുപാട് വരും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ താങ്ക് യു.